ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ രീതിയിലും അതേ രുചിയിലും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പഴംപൊരിയുടെ അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മൈദ, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, പിന്നെ ഒരു മുട്ട. ഇപ്പോൾ ഏത്തപ്പഴം ഇപ്പോൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് രണ്ടായിട്ട് ഒന്ന് അരിഞ്ഞ് ഇതുപോലെ വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 3 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 ടീസ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കിലോ മൈദയോളം ഉണ്ട്. ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഒരു 200 ഗ്രാം മതിയാകും. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. നല്ല കുഴമ്പ് രൂപത്തിലാകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ പൊരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഉരുളിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത്തപ്പഴം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറയാൻ പാടില്ല. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാകണം. ഏത്തപ്പഴം ഈ മാവിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായി ഈ ഉരുളിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ എണ്ണയെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് സംഭവം ഇത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.